എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ കാണുവാൻ പോകുന്ന വേദഭാഗം 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 5 തൊട്ടുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. 1 Peter chapter 5:5-11. ഔവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ. എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുവിൻ. അവൻ നിങ്ങൾക്കായി കരുതുവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. 9-ാമത്തെ വാക്യം, ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ഈ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്ന് അറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്തു നിൽപ്പീൻ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്നെ നിത്യതേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നേക്കും അവനുള്ളത്. ആമേൻ. തുടർച്ചയായി 1 പത്രോസിൻ്റെ ലേഖനം കഴിഞ്ഞ നാളുകളിൽ നമുക്ക് പഠിക്കുവാൻ്റെ ഗുണം കർത്താവ് തന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നമ്മൾ ഈ ലേഖനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഈ ലേഖനത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ നന്നായി പഠിച്ചിട്ടുണ്ട്. ആദ്യ നൂറ്റാണ്ടിൽ പത്രോസ് അപ്പോസ്തലനൊക്കെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ സഭ പെർസിക്യൂഷനിലേക്ക് പതുക്കെ പോയി തുടങ്ങി. ആ സമയത്ത് ആ ലോക്കൽ സ്ഥലങ്ങളിൽ, ലോക്കൽ ഏരിയസിലൊക്കെ പെർസിക്യൂഷൻസ് അല്ലെങ്കിൽ പീഡനങ്ങൾ അഴിച്ചു വിടുന്ന നേരത്ത് അതിൻ്റെ ആ ഫുൾ സ്വിങ്ങിലേക്ക് വന്നിട്ടില്ല. ആ സമയത്താണ് താൻ എഴുതുന്നത്. വളരെ പ്രയാസത്തോടു കൂടെ ലോക്കൽ അതോറിറ്റികൾ അവരെ ട്രീറ്റ് ചെയ്യുകയാണ്. ആ സമയത്ത് ദൈവത്തിനു വേണ്ടി, ക്രിസ്തുവിനു വേണ്ടി കഷ്ടം അനുഭവിക്കുക എന്നുള്ളൊരു വലിയ ആശയത്തോടു കൂടിയാണ് താൻ ഇതെഴുതുന്നത്. ഇന്ന് വായിച്ച ഈ ഭാഗത്തിൻ്റെ ടൈറ്റില് ക്ലോത്ത്ഡ് ഇൻ ഹ്യൂമിലിറ്റി. താഴ്മ കൊണ്ട് നമ്മളെ തന്നെ അലങ്കരിക്കുക അല്ലെങ്കിൽ നമ്മളെ മൂടുക. സ്റ്റാൻഡിങ് ഇൻ ഫെയ്ത്ത്, വിശ്വാസത്തിൽ നിലനിൽക്കുക. ദൈവത്തിൻ്റെ മക്കൾ നമ്മളെ വിളിച്ചിരിക്കുന്ന ആ ദൗത്യം നമ്മൾ പൂർണ്ണമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. God called his people to walk in humility. താഴ്മയിൽ നടപ്പാൻ, തങ്ങളുടെ കർത്താവ് നടന്നതുപോലെ നടക്കുവാൻ കർത്താവ് അവരെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ വിജിലൻ്റായി, ജാഗരൂകരായി നടക്കുക. മാത്രമല്ല ഉറച്ച വിശ്വാസത്തിൽ ജീവിക്കുക. കഷ്ടതയുടെ നടുവിൽ തങ്ങളുടെ വിശ്വാസം മുറുകെ പിടിക്കുക. ട്രസ്റ്റിംഗ് ഇൻ ഹിസ് കെയറിംഗ് ഹാൻഡ്, അവനിൽ പൂർണ്ണമായി ആശ്രയിക്കുക. അവൻ്റെ കരുതലുള്ള കരങ്ങളിൽ കൂടുതലായി ആശ്രയിക്കുക. അതുമാത്രമല്ല, അത് നിമിത്തം അങ്ങനെ ജീവിക്കുന്നവർക്ക് ഇറ്റേണൽ റിവാർഡ്, നിത്യമായ ആ പ്രതിഫലം നൽകുന്നു എന്നാണ് ഈ പാസേജ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ പാസേജിനെ നമുക്ക് 5 ഭാഗങ്ങളായിട്ട് തിരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 5-ാം വാക്യം നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു. ഹ്യൂമിലിറ്റി ഇൻ റിലേഷൻഷിപ്പ്, താഴ്മയോടുള്ള വിശ്വാസ ജീവിതം. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധങ്ങളിൽ താഴ്മയുടെ പ്രാധാന്യമെന്ത്. 6-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ താണിരിക്കുക.
സബ്മിഷൻ ടു ഗോഡ്സ് സോവറിറ്റി. ശക്തനായ ദൈവത്തിൻ്റെ ആ കരുതൽ വലയത്തിനുള്ളിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് അവന് വേണ്ടി കാത്തിരിക്കുക. 7-ാം വാക്യത്തിൽ നമ്മൾ സകല ഭാരവും അവൻ്റെ മേലിടുക. കാസ്റ്റിംഗ് അവർ കെയർ. 8-9 വാക്യങ്ങളിൽ സ്പിരിച്വൽ വിജിലൻസ്. വിജിലൻസ് എന്നുള്ള പദം നമുക്ക് നന്നായിട്ടറിയാം. ഈ ദിവസങ്ങളിൽ ആത്മീയമായ വളരെ ജാഗ്രതയോടെ ജീവിക്കേണ്ട ഒരു കാലഘട്ടം എന്ന് പത്രോസ് അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിക്കുന്നു. മാത്രമല്ല അതിൻ്റെ അവസാനത്തെ ഭാഗം 10 തൊട്ട് 11 വരെയുള്ള ഭാഗങ്ങൾ ദൈവത്തിൻ്റെ കരുതലിൻ്റെ കൃപ അങ്ങനെയുള്ളവരുടെ മേൽ വരും എന്ന് താൻ പറഞ്ഞ് നിർത്തുകയാണ്. ഒന്നാമതായി 5-ാമത്തെ വാക്യം. അതിൻ്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഔവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവീൻ, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവീൻ, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. വളരെ വ്യക്തമായി പ്ലെയിൻ ലാംഗ്വേജിലാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്, പത്രോസ് ഇവിടെ പറയുന്നത്. സഭയിലെ കണ്ടക്റ്റിൽ അനുസരിച്ചാണ് താനിവിടെ പറയുന്നത്. എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങണം. അത് മാത്രമല്ല, ആരാണ് ഈ മൂപ്പന്മാർ എന്നുള്ളത് 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്ക് കാണുന്നുണ്ട്. നിങ്ങളിലുള്ള മൂപ്പന്മാരെ, ഈ കൂട്ടുമൂപ്പനും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിൻ്റെ കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത്. താനും ഒരു എൽഡറാണ്, താനും ഒരു ശുശ്രൂഷ വൃന്ദത്തിൽപ്പെട്ടയാളാണ്. നിങ്ങൾ ഇടയിലും ഇങ്ങനെ മൂപ്പന്മാരുണ്ട്. ആ മൂപ്പന്മാർക്ക് നിങ്ങൾ കീഴടങ്ങണം. കീഴടക്കുകയല്ല, കീഴടങ്ങുകയാണ്. ഇളയവരോട് പ്രത്യേകാൽ, യങ്സ്റ്റേഴ്സിനോട് പ്രത്യേകാൽ താന് ഇത് പറയണം. താന് അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: younger must accept the authority of elders. They must accept the authority of elders. മാത്രമല്ല, താനത് പറഞ്ഞു വരുമ്പോൾ തമ്മിൽ തമ്മിൽ താഴ്മ ധരിക്കുക. ഇവിടെ വായിക്കുന്നു: clothe yourself with humility towards one another. 5-ാമത്തെ വാക്യം. In the same way, you who are younger must accept the authority of elders. അത് കഴിഞ്ഞ് and all of you, എല്ലാവരും, dress yourself in humility as you relate to one another. നിങ്ങൾ അന്യോന്യം നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ, അന്യോന്യം നിങ്ങൾ ഇടപഴകുമ്പോൾ, അന്യോന്യം നിങ്ങൾ കൂട്ടായ്മ ആചരിക്കുമ്പോൾ, നിങ്ങൾ തമ്മിലുള്ള ആ കൂട്ടായ്മയുടെ ബന്ധത്തിൽ ഹ്യൂമിലിറ്റി, ഈച്ച് അതർ, എൽഡറും യങ്സ്റ്റേഴ്സും അല്ലെങ്കിൽ വിശ്വാസികളും ശുശ്രൂഷയിൽപ്പെട്ടവരും താഴ്മ ധരിക്കണം. ഡ്രസ്സ് പോലെ ധരിക്കണം. അവരെ കവർ ചെയ്യണം. ഈ താഴ്മ എന്ന് പറയുമ്പോൾ വളരെ പ്രാധാന്യമുള്ള ഒരു വേർഡാണ് താഴ്മ. ഹ്യൂമിലിറ്റി ഈസ് നോട്ട് വീക്ക്നെസ്. താഴ്മ എന്ന് പറയുന്നത് നമ്മുടെ ബലഹീനതയല്ല. നമ്മൾ താഴ്മയോടെ പെരുമാറുന്ന ഒരാളെ ആൾ ബലഹീനനാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഇറ്റ് ഈസ് എ വേ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ മാർഗമാണ്, ക്രിസ്തുവിൻ്റെ വഴിയാണ് താഴ്മ. അപ്പം ക്രിസ്തു കാണിച്ച മാതൃക, അതാണ് നമ്മൾ അല്പം നേരം ചിന്തിക്കുവാൻ പോകുന്നത്. ക്രിസ്തു താഴ്മയുടെ ഒരു പര്യായ പദമായിരുന്നു. അവിടെ കാണുന്നത് ആ താഴ്മ എന്ന് ഉദ്ദേശിക്കുന്ന ആ പദത്തിന് മീൻസ് ടൈ ഓൺ ഏപ്രോൺ. അതായത് പാചകം ചെയ്യുവാനായി നാം പോകുന്നതിന് മുമ്പായി, അടുക്കളയിൽ കയറുന്ന മുമ്പായി ഏപ്രോൺ, ഒരു തുണിക്കഷ്ണം നമ്മൾ നമ്മുടെ മുൻവശത്തെ കെട്ടാറുണ്ട്. അതിൻ്റെ അർത്ഥം ആള് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി, പാചകത്തിന് വേണ്ടി പോവുകയാണ്. ഏപ്രോൺ എന്ന് പറഞ്ഞത് അത് കെട്ടുമ്പോൾ ഒരു ഫങ്ഷന് വേണ്ടി പോവുകയാണ്. അതുപോലെയാണ് ഇവിടെ ഈ താഴ്മ എന്ന് പറയുന്ന ആ ഭാഗം ഉദ്ദേശിച്ചിരിക്കുന്നത്. ലൈക്ക് എ സെർവൻറ്റ്,
ഒരു ദാസനെ പോലെ, ഒരു വേലക്കാരനെ പോലെ ഏപ്രൺ ധരിക്കുവാൻ, ആ തുണിക്കഷ്ണം കെട്ടുന്നത് പോലെ ധരിക്കുവാൻ നാം തയ്യാറാകണം. അതുതന്നെയാണ് അന്യോന്യം താഴ്മ ധരിച്ചുകൊള്ളുവീൻ. ശുശ്രൂഷ വൃന്ദമെന്നില്ല, ശുശ്രൂഷ ഏൽക്കുന്നവരൊന്നുമില്ല. എല്ലാവരും താഴ്മ ധരിക്കണം. ബിക്കോസ് ഇറ്റ് ഈസ് എ ബേസിക് ക്വാളിറ്റി ഓഫ് ക്രൈസ്റ്റ്. ഇറ്റ്സ് എ വേ ഓഫ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ മാർഗമാണ് താഴ്മ. രണ്ടാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 3-5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, യേശു തൻ്റെ അവസാനത്തെ ദിവസങ്ങളിൽ ഒന്നിൽ താൻ അവരുടെ കാലുകൾ കഴുകി. വരുന്ന ഗസ്റ്റാണ് കഴുകേണ്ടത്, പക്ഷെ ഗസ്റ്റ് കഴുകുന്നില്ല. അവർ അതിന് പകരം യേശു തന്നെ തൻ്റെ അരയിൽ ഒരു തുവർത്തെടുത്ത് താൻ തന്നെ കാല് ശിഷ്യന്മാരുടെ കഴുകുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ പ്രത്യേകിച്ച് കഷ്ടാനുഭവ ആഴ്ചയാണല്ലോ. സഭയുടെ പ്രശസ്തന്മാരായ നേതാക്കന്മാർ, ബിഷപ്പന്മാരൊക്കെ അവരുടെ സഭകളിലെ വിശ്വാസികൾ കാല് കഴുകുമ്പോൾ അത് ഫോട്ടോഗ്രാഫിയിലൂടെ, ടി വിയിലും ന്യൂസ് പേപ്പർ മീഡിയയിലൂടെ കടന്നു വരാറുണ്ട്. എന്നാൽ ഇവിടെ ഉടയവനായ ദൈവം, സകലത്തിൻ്റെയും സൃഷ്ടാവായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വന്തം അരയിൽ ഒരു തോർത്ത് ചുറ്റി, ഒരു ടവല് കെട്ടിയിട്ട് ആ ശിഷ്യന്മാരുടെ, നിസ്സാരന്മാരെന്ന് ലോകം വിളിക്കുന്ന ഈ ശിഷ്യന്മാരുടെ കാല് കഴുകുകയാണ്. ഇതാണ് താഴ്മയുടെ മാർഗം. This is the way of humility. മത്തായി സുവിശേഷം 20-ാമത്തെ അധ്യായം, മത്തായി സുവിശേഷം 20-ാം അധ്യായം 26-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 20-ാം അധ്യായം 26-ാമത്തെ വാക്യം ഇങ്ങനെ കാണും. മത്തായി 20-26. നിങ്ങൾ അങ്ങനെ അരുത്. നിങ്ങളിൽ ആകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. മഹാനാകുവാൻ ഇച്ഛിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. ആ ശുശ്രൂഷക്കാരെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഹ്യൂമിലിറ്റി ഉള്ളവരാകണം, താഴ്മയുള്ളവരാകണം. നമുക്ക് നമ്മൾ മിഷണറിമാരുടെ ചരിത്രം, പ്രത്യേകിച്ച് ഇന്ത്യൻ മിഷണറിമാർ, അതായത് ഇന്ത്യയിൽ വന്ന് ശുശ്രൂഷിച്ച ആ മിഷണറിമാരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ, കാര്യം പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് എമി കാർമൈക്കിൾ. തമിഴ്നാടിൽ ആ പ്രിയ വനിതാ രത്നം വന്ന് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തു. ഒരു ഓർഫനേജ് അവിടെ ആ പ്രിയ മിഷണറി നടത്തി. നോ പബ്ലിസിറ്റി, നോ ഗെയിൻ. അവരിൽ ഒരാളെ പോലെ താൻ ആയിത്തീർന്നു. lived among them and never returned home for fame. പ്രശസ്തിക്ക് വേണ്ടി തൻ്റെ രാജ്യമായ ബ്രിട്ടനിലേക്ക് പോയില്ല. ഇന്ത്യയിൽ തന്നെ തൻ്റെ സമയം ചെലവഴിച്ചു. ആ പ്രിയ സഹോദരികൾ മൂലമാണ് ദേവദാസി സിസ്റ്റം ഇന്ത്യയിൽ നിർത്തലാക്കിയത്. തമിഴ്നാട്ടിൽ ആ കാലത്ത് വളരെ ശക്തമായ ദേവദാസി സിസ്റ്റം ഉണ്ടായിരുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളെ അമ്പലത്തിലേക്ക് കൊടുക്കുകയും തുടർന്ന് അവർ വളർന്നു വരുമ്പോൾ ദേവദാസികളായി, വേശ്യമാരായി മാറുകയും ചെയ്യുന്ന ഒരു ചരിത്രം നമുക്കവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. അതിനെ പൂർണ്ണമായും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിലൂടെ നിർത്തലാക്കിയത് എമി കാർമൈക്കിളിലൂടെയാണെന്നാണ് ചരിത്രം പറയുന്നത്. താഴ്മ. നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ സഭകളിൽ, നമ്മളുടെ പ്രവർത്തനങ്ങളിൽ ക്രിസ്തീയ താഴ്മ വളരെ അത്യാവശ്യമാണ്. താഴ്മ എവിടെയുണ്ടോ അവിടെ ഡിവിഷൻ, വിഭാഗീയത ഇല്ലാതായിത്തീരുന്നു. അവിടെ ഗ്രേറ്റർ ഗ്രേസ് എന്നാണ് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം
യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, 4:6. എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കണം. വലിയവനായ ദൈവം ഏറ്റവും അധികം വെറുക്കുന്നൊരു പാപമാണ് നിഗളം. തൻ്റെ സ്വന്തം അടുത്തിരുന്ന ആ ദൂതൻ, ലൂസിഫറായ ദൂതൻ, അവനെപ്പോലും തള്ളിയിട്ട് കളയുവാൻ അവൻ്റെ നിഗളം ഇടയാക്കി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൽ ഏതെങ്കിലും നിഗളത്തിൻ്റെ ലാഞ്ചനകൾ ദൈവം തന്ന നന്മകളിൽ നമ്മൾ അമിതമായി പുകഴുകയും നമ്മൾ ഏതെങ്കിലും തരത്തിൽ നിഗളിക്കുകയും ചെയ്താൽ ദൈവം അത് വെറുക്കുന്നു എന്നൂടെ ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുക. ഇവിടെ വായിക്കുന്ന ഇങ്ങനെ 6-ാം വാക്യം, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. നിഗളം നമ്മുടെ ജീവിതത്തിൽ പാടില്ല എന്ന് വളരെ വ്യക്തമായി വേദപുസ്തകത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു. അതിന് പകരം അന്യോന്യം താഴ്മ ധരിക്കുക. അന്യോന്യം നമ്മളുടെ ഡീലിങ്സ് വിത്ത് അതേഴ്സ്, ആ സമയങ്ങളിലെല്ലാം ദൈവിക താഴ്മ, ദൈവികമായ ആ ഹ്യൂമിലിറ്റി നമ്മൾ ഡ്രസ്സ് പോലെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ടതും എപ്പോഴും താഴ്മയോടെ നമ്മൾ അനുവർത്തിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമെന്ന ഈ വാക്യത്തിലൂടെ നമ്മളുടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. ഇങ്ങനെ താഴ്മയോടെ അനുവർത്തിച്ചാൽ സഭയിലുള്ള സകല ഡിവിഷനുകളും മാറും. ഇന്ന് നമുക്കറിയാം, പലതരത്തിലുള്ള ഡിവിഷനുകൾ പല ഗ്രൂപ്പിലുണ്ട്. നമ്മൾ ഒരുവനോട് ഒരുവൻ സ്റ്റേഷനായി അവനെ ഡീൽ ചെയ്താൽ നമുക്കറിയാം എത്ര ഭംഗിയായി വിഷയങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ളത്. അടുത്ത വാക്യത്തിലേക്ക് ഞാൻ പോകുവാൻ ആഗ്രഹിക്കുന്നു. 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിക്കുകയും. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പേൻ. അപ്പോൾ രണ്ടാമത്തെ കാര്യം പറയുന്നത്, ബലമുള്ള കൈ, അവൻ്റെ കൈകളിൽ താണിരിക്കുക. സബ്മിഷൻ ടു ഗോഡ്സ് സോവറിനിറ്റി. ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ ഈ വിശ്വാസികൾ വളരെയധികം പ്രയാസത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുക. അവരുടെ ഡെയിലി ലൈഫ് വളരെ ടഫായിക്കൊണ്ടിരിക്കുക. ക്രിസ്ത്യാനിയായി നിമിത്തം കഷ്ടം അനുഭവിക്കുക. അവരുടെ സ്വത്തുക്കളുമൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുക. പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ അവരുടെ നെയ്ബേഴ്സ്, അവരുടെ കമ്മ്യൂണിറ്റി അവരെ ചാർജ് ചെയ്യുന്നുണ്ട്, ചുമത്തുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. ആ സമയത്ത് അവരോട് പറയുക സബ്മിഷൻ ടു ഗാഡ്. 6-ാം വാക്യം, ഹംബിൾ യുവർ സെൽഫ്, വീണ്ടും താണിരിക്കുക. ഹംബിൾ ദെയർഫോർ അണ്ടർ ദ മൈറ്റി ഹാൻഡ് ഓഫ് ഗാഡ്, അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുക. ദാറ്റ് ഹീ ലിഫ്റ്റ്സ് യു അപ്പ് ഇൻ ഡ്യൂ ടൈം. അവൻ തക്ക സമയത്ത് നമ്മളെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുക. ഗോഡ്സ് മൈറ്റി ഹാൻഡ് എന്നാണ് ഈ വാക്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേർഡ്. ദൈവത്തിൻ്റെ ബലമുള്ള കരം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിലും നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, നമ്മൾ ദൈവത്തിൻ്റെ ശിക്ഷിക്കുന്ന കരം. ഫറവോൻ്റെ കാര്യത്തിൽ പറയുകയാണ്, ദൈവത്തിൻ്റെ ശിക്ഷണകരം ഉണ്ടെങ്കിൽ മാത്രമേ ഫറവോൻ ഈ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിട്ടയക്കത്തുള്ളൂ. മോശ പറയുന്നൊരു ഭാഗമാണ്. യഹോവയുടെ ബലമുള്ള കരം ശിക്ഷിക്കുന്ന കരമാണെന്നുള്ളത് വായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിനെ നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുന്ന കരമാണ്. നമുക്ക് പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിന് ഡിസിപ്ലിൻ ആവശ്യമുണ്ട്. ആ ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ബലമുള്ള കരങ്ങളിലേക്ക് കൊണ്ടുവച്ചാൽ മതി. രണ്ടാമത്, ആവർത്തന പുസ്തകം 9-ാം അധ്യായം 26-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തിൻ്റെ കരം വിടുവിക്കുന്ന കരമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കരത്തിന് 2 പ്രത്യേകതകളാണുള്ളത്. ഒന്ന്, ഹി ഈസ് ഡിസിപ്ലിനിങ് അസ്, അവൻ നമ്മളെ ശിക്ഷിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അരുതാത്തത് വരുമ്പോൾ കർത്താവിൻ്റെ കരം നമ്മളെ വെടിപ്പാക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കർത്താവിൻ്റെ കരം നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. പലതരത്തിലുള്ള പ്രക്രിയയിലൂടെ കടന്ന് അവൻ നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. 2, നമ്മൾ അഗാധമായ ഏതെങ്കിലും പ്രശ്നത്തിൽ കൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മളെക്കൊണ്ട് സോൾവ് ചെയ്യുവാൻ കഴിയാത്ത പ്രശ്നങ്ങളിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ
ഡെലിവറിങ് ഹാൻഡ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ഡെലിവറൻസ് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുക. ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുന്നുണ്ട്. ജോസഫിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം തൊട്ട് 50 അധ്യായം വരെ ജോസഫിൻ്റെ ചരിത്രമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത്. അവന് പൊട്ടക്കടത്തിലിട്ടു, ഫോൾസ്ലി അക്യൂസ്ഡ്. അവനെക്കുറിച്ച് എല്ലാം കളവായി പറഞ്ഞു. മാത്രമല്ല ജയിലിൽ അടച്ചു. യെറ്റ് ഗോഡ്സ് ടൈം. എന്നിരുന്നാലും ദൈവത്തിൻ്റെ സമയത്ത് ദൈവം അവനെ ഉയർത്തി. അപ്പോൾ നമുക്കിവിടെ വായിക്കാൻ കഴിയുന്ന ഹംബിൾ യുവർ സെൽഫ്സ് therefore under God's mighty hand. അവൻ്റെ ബലമുള്ള കരങ്ങളിൽ നിങ്ങൾ താണിരിക്കുക. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ. നമുക്കെല്ലാവർക്കും ഉയർച്ച ആവശ്യമുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അതാണ്, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ജീവിതത്തിലെ ഓരോ രംഗങ്ങളിലും നമുക്ക് മുന്നോട്ട് പോകാൻ ആഗ്രഹമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് പോലും അവർക്ക് പ്രോഗ്രസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ പ്രോഗ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഒരു വല്ലാത്ത ഒരു ആഗ്രഹമൊന്നുമല്ല. എല്ലാ മനുഷ്യർക്കും ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണത്, ഒരു പ്രോഗ്രസ് ചെയ്യാം. അപ്പം പലപ്പോഴും ഈ പ്രോഗ്രസ്സിന് ഈ വാക്യപ്രകാരം ഒരു ഡ്യൂ ടൈമുണ്ട്. ആ ഡ്യൂ ടൈമിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. മോശയുടെ കാര്യമാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത്. മോശ അവിടുത്തെ ജനങ്ങളുടെ കഷ്ടത കണ്ട് ആദ്യം തന്നെത്താൻ ആ ജനങ്ങളെ വിടുവിക്കുവാനായി താനൊരു ശ്രമം നടത്തുന്നുണ്ട്. തൻ്റെ പിറ്റേ ദിവസം നടന്ന അല്ലെങ്കിൽ ആ ദിവസം നടന്ന ആ കോൺവെർസേഷനിൽ താൻ ആദ്യം ചെയ്ത ആ കൊലപാതകം വെളിയിൽ വരുന്നു എന്നറിഞ്ഞപ്പോൾ ഭയന്നുപോയി. പിന്നീട് 40 വർഷം മരുഭൂമിയിലായിരുന്നു, ആടിനെ മേയിച്ചുകൊണ്ട് നടന്നു. 80-ാം വയസ്സിലാണ് തനിക്ക് വീണ്ടും ആ കോള് ലഭിക്കുന്നത്. ഓർക്കണം, നമ്മൾ ഇന്നത്തെ കാലത്ത് 80 വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തിന് വേണ്ടി വളരെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ആകുലതയും ചിന്തയൊക്കെ ഉള്ള ഭാരതീയ സമയത്താണ് ദൈവത്തിൻ്റെ വെളിവ് മോശയ്ക്ക് വരുന്നത്. മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ പ്രോമിസ് ഒരു വ്യക്തിയെക്കുറിച്ച് ഉണ്ടെങ്കിൽ ആ പ്രോമിസ് നിശ്ചയമായും നടന്നിരിക്കും. അത് താമസിച്ചാലും നടന്നിരിക്കും. നമ്മൾ അങ്ങനെയാണല്ലോ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. താമസിച്ചാലും അത് നടന്നിരിക്കും. അപ്പോൾ 80-ാമത്തെ വയസ്സിൽ മോശയ്ക്ക് വരും. പിന്നെ 40 വർഷം താൻ ശുശ്രൂഷിച്ചു. അപ്പോൾ തക്ക സമയത്ത് ആദ്യത്തെ 40 വർഷം കഴിഞ്ഞപ്പോൾ ആ സമയമായപ്പോൾ തന്നെത്താൻ ഉയർത്തുവാനും തന്നെത്താൻ ദൈവത്തിൻ്റെ പ്ലാനിനെ പിടിച്ചടക്കുവാനും തുടങ്ങിയപ്പോൾ ദൈവം പറഞ്ഞല്ലോ, യു ഹാവ് ടു വെയിറ്റ്. നിനക്ക് നല്ല ട്രെയിനിങ് ആവശ്യമുണ്ട്, നിനക്ക് നല്ല പരിശീലനം ആവശ്യമുണ്ട്. നീ കുറച്ചുകൂടെ കഴിഞ്ഞേ ഒക്കത്തുള്ളൂ, നിന്റെ തക്ക സമയമായില്ല. അപ്പോൾ അടുത്ത 40 വർഷം താൻ മിദ്യാന്യ മരുഭൂമിയിൽ തനിക്ക് ആടിനെ മേയ്ക്കേണ്ടി വന്നു. ആരും തന്നെ കാണുന്നില്ല. തൻ്റെ ലീഡർഷിപ്പ് അക്സെപ്റ്റ് ചെയ്യുന്ന ആരുമില്ല. ഒരു പ്രവർത്തനവും നടക്കുന്നില്ല. തന്നെ പഠിച്ച വിദ്യാഭ്യാസം ഒരു പക്ഷെങ്കിൽ വളരെയധികം അസ്ഥാനത്തായെന്ന് താൻ വിചാരിക്കും. തനിക്ക് കിട്ടിയ ട്രെയിനിങ് പക്ഷെങ്കിൽ ഈ 40 വർഷവും ഗോഡ് വാസ് ട്രെയിനിങ് ഹിം. ദൈവം അവനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഭാഗത്ത് ഈ വാക്യം വായിക്കുമ്പോൾ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്നാണെന്നറിയാമോ? ദൈവത്തിൻ്റെ തക്ക സമയം എന്ന് പറയുന്നൊരു തക്ക സമയമുണ്ട്. യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആദ്യം മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി, തനിക്ക് ക്രൂശീകരണത്തിന് വേണ്ടി, മനുഷ്യരുടെ പാപപരിഹാരത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ താൻ കടന്നു വരുമ്പോൾ നമുക്ക് അവിടുന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഗോഡ് സെൻഡ് ഹിസ് സൺ ഇൻ ഡ്യൂ ടൈം. ആ ഡ്യൂ ടൈമിലാണ് അവനെ വിട്ടത്. അപ്പോൾ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത് പൊളിറ്റിക്കലി, സ്പിരിച്വലി, അതുപോലെ തന്നെ കൾച്ചറലി എല്ലാം ദൈവം ക്രമീകരിച്ചിരുന്നു. പ്രിയമുള്ള എൻ്റെ ശ്രോതാക്കളെ, എനിക്ക് നിങ്ങളോട് ഈ സമയത്ത് പറയുവാനുള്ളത്, ദൈവത്തിനൊരു തക്ക സമയമുണ്ട്. ആ സമയത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അവൻ എൻ്റെ 6-ാം വാക്യം, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ. നിങ്ങൾക്കൊരു പ്രോഗ്രസ് ഉണ്ട്, നിശ്ചയമാണ്. അതിന് തക്ക സമയത്തിന് മുമ്പും ചെയ്യുവാൻ പാടില്ല, തക്ക സമയത്തിന് ശേഷവും ചെയ്യുവാൻ പാടില്ല. ആ സമയത്ത് തന്നെ അവൻ ചെയ്യും. അവൻ്റെ ആ തക്ക സമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അവൻ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈ കീഴിൽ താണിരിപ്പീൻ. ഞാനും നിങ്ങളൊന്നും ചെയ്യണം.
ദൈവത്തിൻ്റെ ബലമുള്ളൊരു കരമുണ്ട്. ആ കരമെന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ്. ആ കരം ഡിസിപ്ലിൻ ചെയ്യുന്ന കരമാണ്. ആ കരമെന്ന് പറയുന്നത് നമ്മളെ വിടുവിക്കുന്ന കരമാണ്. ആ വിടുവിക്കുന്ന കരത്തിനുള്ളിൽ നമ്മൾ താണിരിക്കുന്നുവെങ്കിൽ നമ്മൾ അവിടെ വായിക്കുന്നവന് ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. ഡു നോട്ട് റഷ് എഹെഡ് ഓഫ് ഗോഡ്. ദൈവത്തിന് പ്രവൃത്തികൾക്ക് മുമ്പായി നാം ഓടരുത്. സബ്മിറ്റ് ആൻഡ് വെയിറ്റ്. ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നതാ. സബ്മിറ്റ് ആൻഡ് വെയിറ്റ്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് മുമ്പായി നാം ചെന്ന് പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല. സബ്മിറ്റ് ആൻഡ് വെയിറ്റ്. ഇതോടെ ഞാൻ പറയട്ടെ, ഡോണ്ട് റഷ് എഹെഡ് ഓഫ് ഗോഡ്. ദൈവത്തിന് മുമ്പായിട്ട് നമ്മളൊന്നും ചെയ്യരുത്. ധൃതി വെച്ചൊന്നും ചെയ്യരുത്. ഒരു പ്രോമിസ് ഉണ്ടോ? വെയിറ്റ് ഫോർ ദ ലോർഡ്. സബ്മിറ്റ് ആൻഡ് വെയിറ്റ്. ഹിസ് ടൈമിങ് ഈസ് പെർഫെക്റ്റ്. അവൻ്റെ ടൈമിങ്, അവൻ്റെ സമയം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും. എന്നെ കേൾക്കുന്ന എൻ്റെ ശ്രോതാക്കളെ, നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഒരു പരിഹാരവും കാണുന്നില്ല. ഞാൻ ഇന്നത് ചെയ്താൽ ഇന്നതായി തീരുമെന്ന് ആരെങ്കിലും വിചാരിച്ച് റഷ് ചെയ്യരുത് കേട്ടോ. വെയിറ്റ് ഫോർ ഹിസ് ടൈം. വെയിറ്റ് ഫോർ ഹിസ് ടൈം. അതിൻ്റെ 7ാമത്തെ വാക്യം, അവൻ നിങ്ങൾക്കായി കരുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. അവൻ നിങ്ങൾക്കായി കരുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. കാസ്റ്റ് ഓൾ യുവർ ആങ്സൈറ്റി ഓൺ ഹിം ബിക്കോസ് ഹി കെയർസ് ഫോർ യു. വളരെ മനോഹരമായ ഒരു വാക്യം. നമുക്ക് പലപ്പോഴും നമ്മളിത് വായിച്ച് ധ്യാനിക്കുകയും ധൈര്യപ്പെടുകയും ചെയ്തതിന് ഭാഗമാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്ന ഒരു ദൈവം. അതാണ് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് വേണ്ടി നന്നായി വിചാരപ്പെടുന്നൊരു ദൈവം. അവിടെ ആ ദൈവത്തിൻ്റെ അടുത്തേക്ക് നാം എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ത്രോ അപ്പോൺ, കാസ്റ്റ്, അല്ലെങ്കിൽ ഇട്ടുകൊള്ളുക. കാസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ ഗ്രീക്ക് പദത്തിൽ നിന്നുള്ള അർത്ഥം ത്രോ അപ്പോൺ, അവൻ്റെ മേലെ എറിഞ്ഞു, അവൻ്റെ ഷോൾഡറിലേക്ക് എറിയുക. നോട്ട് ജസ്റ്റ് ലേ ജെന്റ്ലി, സാവകാശം എടുത്ത് കൊടുക്കുകയല്ല. നമ്മുടെ പ്രശ്നങ്ങൾ, ഭാരങ്ങൾ, വേദനകൾ അവൻ്റെ മുകളിലേക്ക് എറിഞ്ഞിട്ട് കൊടുത്തോ. നമുക്ക് സഹിക്കാൻ വയ്യാത്ത രീതിയിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അവൻ്റെ മേളിലോട്ട് അങ്ങിട്ട് കൊടുത്തു. ഞാൻ ഉദാഹരണം ഒരു കാര്യം പറയാം. നമ്മുടെ വഴി നടന്നു പോകുമ്പോൾ സന്ധ്യാസമയമാണെന്ന് വിചാരിക്കുക. നമ്മുടെ കാലയിൽ ഒരു പാമ്പ് ചുറ്റിയെന്ന് വിചാരിക്കുക. ഇമാജിൻ ചെയ്യുക. നമ്മുടെ സർവശക്തി എടുത്ത് അതിനെ കുടഞ്ഞു കളയും. അതുപോലെ ത്രോ അപ്പോൺ, കാസ്റ്റ്, അവൻ്റെ മേലിട്ട് കൊള്ളുക. നമ്മൾ സാവകാശം ചെയ്യേണ്ട ഒരു വിഷയമല്ല, വരുന്ന നേരം തന്നെ ഇട്ടുകൊള്ളുക. The weight of worry is bent for God's shoulders, not ours. ഈ നമ്മളുടെ ബേർഡൻ്റെ വെയിറ്റ്, നമ്മളുടെ വറിയുടെ, നമ്മളുടെ ആകുല ചിന്തയുടെ ഭാരങ്ങൾ മുഴുവൻ ദൈവത്തിൻ്റെ ഷോൾഡർ, അത് ദൈവത്തിൻ്റെ വകയാണ്, ദൈവത്തിന് വേണ്ടി വെച്ചിരിക്കുന്നതാ. നോട്ട് അവേഴ്സ്, നമ്മളുടേതല്ല. നമ്മളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ആകുല ചിന്തകൾ വരാറുണ്ട്. കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വരാറുണ്ട്. പലപ്പോഴും കുടുംബം എങ്ങനെയായിത്തീരും, ഫിനാൻസിനെ കുറിച്ച് ചിന്തകൾ വരാറുണ്ട്. ഈ ചിന്തകളെയെല്ലാം ഓൺ എ ഡെയിലി ബേസിസ് ഓർ ഓൺ ആൻ ഇമ്മീഡിയറ്റ് ബേസിസ് എന്നൊക്കെ പറയാം, പെട്ടെന്ന് തന്നെ ദൈവത്തിൻ്റെ ഷോൾഡറിലേക്ക് ഇടുക എന്നാണ് പത്രോസ് അപ്പോസ്തലനിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇമ്മീഡിയറ്റ്ലി തന്നെ. വലിയ ആകുലതകളൊന്നും നമ്മുടെ വകയല്ലെന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഈ ആകുലകൾ ദൈവത്തിന് വേണ്ടി വെച്ചിരിക്കുന്നത്. അവൻ നിങ്ങൾക്കായി കരുതുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നു. ആകൃതയോടെ കർത്താവേ, എൻ്റെ കാര്യം എങ്ങനെയാകുമെന്ന് ആരെങ്കിലും ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമ്മളെ ഓർപ്പിക്കുന്നത് ആകുലം വേണ്ട. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു. നിങ്ങളുടെ ആകുലങ്ങൾ കർത്താവിൻ്റെതാ. ഇത് പലപ്പോഴും നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ തോളെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് ടെൻഷനും ആങ്സൈറ്റിയും ഡിപ്രഷനും അതുപോലെ തന്നെ അതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള സകല മെൻ്റൽ ഇഷ്യൂസും വരുന്നത്. ഇനി ഈ സമയത്ത് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ഏത് സ്ഥാനത്തായിരിക്കും എന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായി സംസാരിക്കുന്നു.
നിങ്ങളുടെ ആകുല ചിന്തകൾ നിങ്ങളുടേതല്ല. ദാറ്റ് ഈസ് മെന്റ് ഫോർ ഗോഡ്സ് ഷോൾഡേഴ്സ്. ദൈവത്തിൻ്റെ തോളുകൾക്ക് വേണ്ടി വെച്ചിട്ടുള്ളതാണ് നിങ്ങളുടെ ആകുല ചിന്തകൾ, നോട്ട് അവേഴ്സ്. നമ്മൾ ഡോണ്ട് ഹോൾഡ് അവർ ആങ്സൈറ്റി. അത് വിട്ടുകൊടുക്കുക, അവൻ്റെ മേലിട്ടുകൊള്ളുക. മത്തായി സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ ഡോണ്ട് വറി. അതിങ്ങനെ വായിക്കുന്നു. 6-ാം അധ്യായം അതിൻ്റെ 25 തൊട്ടുള്ള വാക്യങ്ങൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. 6-ാം അധ്യായം 25 തൊട്ടോ അല്ല, ഒരു വാക്യം മാത്രം ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 25-ാമത്തെ വാക്യം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ. താൻ പിന്നെ പറയുന്നു, അങ്ങനെ ആ വാക്യം 34 വരെ പോകുന്നുണ്ട്. ആകാശത്തിലെ പറവുകളെ നോക്കുവീൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. എന്നിട്ട് താഴെ വായിക്കുന്ന 27-ാമത്തെ, വിചാരപ്പെടുന്നതിൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നതുമെന്ത്? താൻ യേശുക്രിസ്തു താൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ വളരെ വ്യക്തമായി ആകുല ചിന്തകളെ എങ്ങനെ നാം കൈകാര്യം ചെയ്യണമെന്ന് വളരെ വ്യക്തമായി പറയുകയാണ്. പത്രോസ് അപ്പോസ്തലൻ അത് തന്നെയാണ് പറയുന്നത്. അതിൻ്റെ അടുത്ത ആ ഭാഗം, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലുള്ളൂ. ഡോണ്ട് വറി, യുവർ ഫാദേഴ്സ് നോസ് വാട്ട് യു നീഡ്. മത്തായി സുവിശേഷം 6-25-34 വരെയുള്ള വാക്യങ്ങളുടെ അർത്ഥം ഇതാ. ഡോണ്ട് വറി, യുവർ ഫാദർ നോസ് വാട്ട് യു നീഡ്, നോട്ട് വാട്ട് യു വാണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് അവൻ തരും, നിങ്ങൾ ആഗ്രഹിക്കുന്നതൊന്നും തരുന്നൊരു പിതാവല്ല എന്നൂടെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ ആവശ്യങ്ങൾ നന്നായി ചെയ്യുന്നൊരു ദൈവം. ആഗ്രഹങ്ങളല്ല, ആവശ്യങ്ങൾ. അത് നിറവേറ്റി തരുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. ചൈനയിൽ ശുശ്രൂഷ ചെയ്തിരുന്ന കമ്മ്യൂണിസ്റ്റ് സേനയ്ക്ക് മുമ്പ് ഒരു പ്രശസ്തനായൊരു മിഷണറി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഹഡ്സൺ ടൈലർ എന്നായിരുന്നു. താൻ ഒരുപാട് ഫിനാൻഷ്യൽ സ്ട്രഗിളിലൂടെ താൻ പോകുന്ന സമയമായിരുന്നു. ഒരിക്കൽ താൻ ഇങ്ങനെ പറഞ്ഞു, അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഗോഡ്സ് വർക്ക് ഡൺ ഇൻ ഗോഡ്സ് വേ. ദൈവത്തിൻ്റെ പ്രവർത്തികൾ ദൈവത്തിൻ്റെ വഴികളിലൂടെ മാത്രമേ നടക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ സ്റ്റൈലിൽ മാത്രമേ പോകത്തുള്ളൂ. വിൽ നെവർ ലാക്ക് ഗോഡ് സപ്ലൈ. ആവശ്യമുള്ളതൊക്കെ തക്ക സമയത്ത് അവൻ തരും. അതിന് പിന്നീട് നമുക്ക് പഠിക്കുകയാണെങ്കിൽ, ഹി ലേൺ ടു കാസ്റ്റ് ഹിസ് ആങ്സൈറ്റി ഇൻ പ്രയർ. എന്ത് ആവശ്യമുണ്ടോ ആ ആവശ്യങ്ങൾ പ്രാർത്ഥനയിലൂടെ താൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ, ഈവൻ വെൻ നത്തിങ് വാസ് വിസിബിൾ, ഒന്നും കാണാത്ത ഒരു ആൻസർ തൻ്റെ മുമ്പിലില്ലാത്തപ്പോൾ മുട്ടുമടക്കുമ്പോൾ അദൃശ്യനായ ദൈവത്തിന് സപ്ലൈ തനിക്ക് വരുന്നു എന്നതാണ് പറഞ്ഞത്. ഈ അവസരത്തിൽ നാം എന്ത് ചെയ്യണം? പ്രേ ആൻഡ് റിലീസ് കൺട്രോൾ. ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. ഷെയർ വിത്ത് ഗോഡ് ഇൻ ഡീറ്റെയിൽ. നമ്മുടെ ആവശ്യങ്ങൾ തുറന്ന് വ്യക്തമായി സ്പഷ്ടമായി പറയുക. അവൻ ഒരിക്കലും ഇൻഡിഫറൻ്റ് അല്ല. അവന് ഒരു ആൻസർ തരാത്തവനല്ല, അല്ലെങ്കിൽ അവന് നമ്മളോട് അനുകമ്പ കാണിക്കാത്തവനല്ല. ഹി കെയർസ് ഡീപ്ലി. ആ വാക്യം ഇങ്ങനെ പറയുന്നല്ലേ, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ. അവൻ നിങ്ങളെ കരുതുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഏത് ആവശ്യങ്ങളിലും അവന് കൂടെയുണ്ട്. ഏത് ആവശ്യങ്ങളിലും യുവർ നീഡ്, എല്ലാ ആവശ്യങ്ങളും അവൻ കൂടെ ഉണ്ട്. നിങ്ങളുടെ നീഡിൽ അവനുണ്ട്. ഒരു പക്ഷേ ആശ്വാസമായിരിക്കാം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത്. ഹി ഈസ് ദെയർ. സമാധാനമായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് 6 പോലെ തരുവാൻ അവൻ ശക്തനാണ്.
ഒരുപക്ഷെ ഇമ്മീഡിയറ്റ് ഫിനാൻഷ്യൽ നീഡായിരിക്കും ആവശ്യമുള്ളത്. പണപരമായ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളായിരിക്കും ആവശ്യമുള്ളത്. അത് തരാൻ വിശ്വസ്തനാണ്. ഒരുപക്ഷെ ആരോഗ്യമായിരിക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഈ സമയത്ത്. അത് തരുവാൻ അവൻ വിശ്വസ്തനാണ്. പ്രിയമുള്ളവരെ, അവൻ വിശ്വസ്തനാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നവനായിരിക്കാൻ നിങ്ങളുടെ സകല ചിന്താകുലവും ഇട്ടുകൊള്ളുവീൻ. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. തുടർന്നും ഈ ഭാഗത്തു നിന്ന് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്നോടൊപ്പം തലവണക്കുവാനും കഴിയുമോ? നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഇനി കേട്ട വചനം വെറും വാക്കുകളല്ല, ദൈവത്തിൻ്റെ ശക്തമേറിയ വചനമാണ്. നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന, എന്നെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്ക് താണിരുപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലോട്ട് കൊള്ളുവീൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഈ വചനം അങ്ങ് ഞങ്ങളോട് വ്യക്തമായി സ്പഷ്ടമായി സംസാരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ആകുല ചിന്തകളിൽ കർത്താവേ, നിൻ്റെ ടൈമിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ പലപ്പോഴും ഞങ്ങൾ സ്വയമായി പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. കർത്താവേ, എന്നാൽ നിൻ്റെ ടൈമിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങൾ സകല ചിന്താകുലങ്ങളെയും നിൻ്റെ മേലിടുന്നു. അതിൻ്റെ മേൽ ഞങ്ങൾ എറിയുവാനായി, നിൻ്റെ ഷോൾഡറിലേക്ക് വെക്കുവാനായി തന്നിരിക്കുന്ന ആ വലിയ പ്രോമിസിനായി സ്തോത്രം, ആ വലിയ വാഗ്ദാനത്തിനായി സ്തോത്രം. ഞങ്ങളെ കർത്താവേ, നിന്നിൽ മാത്രം ശരണപ്പെടുന്നു. നീ ഞങ്ങളുടെ കൈക്ക് പിടിച്ചിരിക്കുന്നതിനായി സ്തോത്രം. നിൻ്റെ ആലോചനയായി നീ ഞങ്ങളെ നടത്തുവാൻ പോകുന്നതിനായി സ്തോത്രം. അടിയിലെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഏതെങ്കിലും തരത്തിലുള്ള ഭാരങ്ങളിലോ വിഷമങ്ങളിലോ ദുഃഖത്തിലോ ആയിരിക്കുന്നുവെങ്കിൽ സർവ്വബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം കൊണ്ടവരെ നിറയ്ക്കുകയും ആത്മാവിൻ്റെ ശക്തി കൊണ്ടവരെ പൊതിയുകയും ചെയ്യണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഈ വചനം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.